ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സേഫ്റ്റി ബെസ്റ്റ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡിസൈന് ഒരു പാർട്ടി വെയർ ഫ്രോക്ക് വിത്ത് ജാക്കറ്റ് ആണ്. അത് ജാക്കറ്റൂടെ വരുന്ന ടൈപ്പിലുള്ള ഒരു പാർട്ടി വെയർ ഫ്രോക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണിത്. ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ ഫ്രോക്കിന്റെ യോക്ക് പാർട്ടിനേക്കും അതുപോലെ തന്നെ ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് ചന്തേരി സിൽക്കിൽ വരുന്നൊരു മെറ്റീരിയലാണ്. 490 രൂപയാണ് ഈ ഒരു മെറ്റീരിയലിന് മീറ്ററിന് റേറ്റ് വരുന്നത്. ഇനി ഇതിന്റെ താഴേക്കായിട്ട്, അതായത് സ്കേർട്ട് പാർട്ടിലേക്കായിട്ട് ഈ ഒരു നെറ്റാണ്, ഈ ഒരു ഷെയ്ഡിലുള്ള നെറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ചൊരു ഡാർക്ക്, ഇതിനേക്കാൾ ഒന്നുകൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു നെറ്റ് വരുന്നത്. ഇതിന്റെ ഒരു കളർ ടോൺ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റിൽ വരുന്ന ഒരു സാറ്റിൻ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 2 ലെയർ ആയിട്ടാണ് ഈ ഒരു നെറ്റ് ഫാബ്രിക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 ലെയർ കൊടുത്തതിന് ശേഷം അതിന് താഴെ ഈ ഒരു ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെറ്റിന്റെ ഷെയ്ഡിൽ നിന്ന് ഇതിനേക്ക് മാച്ച് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് ഷെയ്ഡായിട്ട് നമുക്ക് ഇത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു സാറ്റിൻ ലൈനിങ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു സാറ്റിൻ ലൈനിങ്ങിന്റെ താഴ്വശത്തായിട്ടാണ് കോട്ടൺ ലൈനിങ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. അവിടെ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള യോക്ക് പാർട്ടിന്റെ മെഷർമെന്റ്സ് ഞാനിവിടെ അതിന്റെ കോട്ടന്റെ ലൈനിങ്ങിലാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഫ്രണ്ട് പീസിനുള്ള മെഷർമെന്റ്സ് ആണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ബാക്ക് പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ ഷോൾഡർ എടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണ്, ചെസ്റ്റ് എടുത്തിട്ടുള്ളത് 8 ഇഞ്ചാണ്, അതുപോലെ വേസ്റ്റിന്റെ മെഷർമെന്റ് വരുന്നത് 7.5 ഇഞ്ചാണ്. ഇനി ആം ഹോൾ എടുത്തിട്ടുള്ളത് ഈ സെയിം 5 ഇഞ്ചാണ് ആം ഹോൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ഷേപ്പാക്കി വരച്ചെടുത്തതാണ്. പിന്നെ ഫ്രണ്ട് നെക്ക് എടുത്തിട്ടുള്ളത് 3.5 ഇഞ്ചും നെക്കിന്റെ വിഡ്ത്ത് 2 ഇഞ്ചുമാണ്, 2.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെയാണ് ഇതിന്റെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ഇവിടെ ഈ ഒരു പാർട്ടിലായിട്ട് എടുക്കും. എന്നിട്ടാണ് ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ബാക്കിൽ നമുക്ക് സിബൊക്കെ വെക്കാനുള്ളതാണ്. ഈ ഒരു ബേസിക് ആയിട്ടുള്ള മെഷർമെന്റ്സ് കാര്യങ്ങൾ ഞാനിവിടെ കാണിക്കാതെ, ഇതൊക്കെ ഓൾറെഡി പല വീഡിയോയിലും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഈ ഓക്ക് പാർട്ടിനുള്ള ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്ക് പീസ് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് തന്നെ ഞാൻ അതിന്റെ ഫ്രണ്ട് പീസ്, അതായത് ടോപ്പിലേക്ക് വരുന്ന പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാറ്റിന്റെ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ടിനുള്ള കട്ടിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ സ്കേർട്ടിന്റെ പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും മേലത്തെ ലെയർ ആയിട്ട് വരുന്നത് ഈ ഒരു നെറ്റ് പീസാണ്. ഇതിന്റെ ലെങ്ത് വരുന്നത് 20 ഇഞ്ചാണ്. വീതി എത്രയാണോ നമുക്ക് പ്ലീറ്റ്സ് ഇടേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഏറ്റവും കുറഞ്ഞത് നമ്മുടെ വേസ്റ്റിന്റെ റൗണ്ടിന് ഡബിളെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി അതിലേക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, നല്ല പ്ലീറ്റ്സ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതിന് ട്രിപ്പിൾ ആയിട്ടോ എത്ര നമുക്ക് ക്ലോത്തിന്റെ ലെങ്ത് വീതി കിട്ടുന്ന വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ അതിന് താഴേക്കായിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു സാറ്റിന്റെ ലൈനിങ് ആണ്. ഈ ഒരു ലൈനിങ് ഞാൻ 18 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. അതിനും താഴെയുള്ള ഈ ഒരു കോട്ടന്റെ ലൈനിങ് 16 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിന്റെ സ്റ്റിച്ചിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഈ യോക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ ആം ഹോളും അതുപോലെ തന്നെ നെക്കിന്റെ ഈ ഒരു വശങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതുപോലെ 2 പീസിൻ്റെതും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മേൽവശത്താണ് ഈ ഒരു കോട്ടന്റെ ലൈനിങ് വെച്ചിട്ടുള്ളത്. ഈ നല്ല പീസിന്റെ മേൽവശത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം തിരിച്ചിട്ടെടുക്കുകയാണ്. അത് അതിന്റെ ബാക്ക് പാർട്ടിലായിട്ട് ഈ ഒരു ഇൻവിസിബിൾ സിപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. അത് ഞാൻ ഈ ഒരു ആം ഹോളും അതുപോലെ തന്നെ നെക്കിന്റെ പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടാണ്. ബാക്ക് പാർട്ട് ഇതുപോലെ തന്നെ ചെയ്തു. എന്നിട്ട് അതിന്റെ നല്ല വശത്തേക്ക് ലൈനിങ് മറിച്ചിട്ടതിന് ശേഷം ഇൻവിസിബിൾ സിപ്പർ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഉൾവശം ഒന്ന് കവർ ചെയ്തെടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻവിസിബിൾ സിപ്പർ വെക്കുന്നതിന്റെ വീഡിയോ ഒരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അതിന്റെ ലിങ്ക് ഇവിടെ മേലെ കൊടുക്കാം. നമുക്കിതിന്റെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം അതിനായിട്ട് ഈ ഒരു ബാക്ക് പീസ്, ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് പീസ് ഒന്നും മറിച്ചിടൊന്നും ചെയ്തിട്ടില്ല. ഈ ഫ്രണ്ട് പീസിന്റെ നല്ല വശം ഇതാണ് നല്ല വശം വരുന്നത്. അതായത് ഏറ്റവും ടോപ്പ് പാർട്ടിന് നല്ല വശം വരുന്നത്. അതിനോട് ചേർന്നിട്ട് ഈ ഒരു ബാക്ക് പീസിന് നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കൂടെ, ഈ ലൈനിങ്ങിന്റെ ഉള്ളിലേക്കൂടെ ഷോൾഡർ കയറ്റി എടുത്തിട്ട് 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഷോൾഡർ ഇങ്ങനെയാണ് വരിക. അതിന്റെ ഉള്ളിൽ ബാക്ക് പാർട്ടിന്റെ ഷോൾഡർ കൂടെ ഉണ്ടാവും. അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ മറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു യോക്ക് പാർട്ടിന്റെ സ്റ്റിച്ചിങ് പൂർത്തിയാവും. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് യോജിപ്പിച്ചെടുക്കണം. ഞാനിവിടെ 2ന്റെ റൈറ്റ് സൈഡ് ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ 2 സൈഡ് ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. ഇതാ ഫ്രോക്കിന്റെ സ്കേർട്ട് പാർട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം
ഈ ലൈനിങ് പീസുകളും അതുപോലെ തന്നെ മേൽവശത്ത് വരുന്ന നെറ്റുകളൊക്കെ ഇങ്ങനെ 2 പീസ് ഒരുമിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡുകൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡുകളും ഇതുപോലെ ലൈനിങ്ങിൻ്റെയും 2 ലൈനിങ്ങിൻ്റെയും നെറ്റ് ഭാഗത്തിൻ്റെതും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ 2 എൻഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രിൽസ് ഇട്ടിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ വേസ്റ്റ്, അതായത് ടോപ്പ് യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ വേസ്റ്റ് ഭാഗം എത്രയാണോ നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വരുന്നത്, ആ ഒരു വിഡ്ത്തിനനുസരിച്ചിട്ടാണ് ഈ ഒരു 3 പീസും ഫ്രിൽസ് ഇട്ടിട്ട് എടുക്കേണ്ടത്. ഇവിടെ ഞാൻ നേരത്തെ ഈ ഒരു നെറ്റിന് ഫാബ്രിക് 2 ലെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 സെപ്പറേറ്റ് ആയിട്ടാണ് ഫ്രിൽസ് ഇട്ട് എടുക്കുന്നതും. ഈ ഒരു സ്കേർട്ട് പാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും മേലെ വരുന്ന ആ ഒരു നെറ്റിൻ്റെ ലെയറിൽ അതിൻ്റെ താഴ്വശത്തായിട്ട് ഒരു ബോർഡറിൽ ഞാൻ നമ്മൾ യോക്ക് പാർട്ടിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസില്ലേ, മെയിൻ ഫാബ്രിക്, ആ ഫാബ്രിക്കിൻ്റെ ഒരു പീസ്, അതായത് 3 ഇഞ്ച് വീതിയുള്ള പീസാണ് ഇത് എടുത്തിട്ടുള്ളത്. ആ ഒരു പീസ് വെച്ചിട്ട് ഒരു ബോർഡർ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഏറ്റവും മേലത്തെ ലെയറിൻ്റെ ചുറ്റുമായിട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഞാനിവിടെ ഈ ഒരു സ്കേർട്ടിൻ്റെ 4 ലെയറും ഇതുപോലെ ഫ്രിൽസ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഓർഡറിലാക്കണം. ഏറ്റവും മേലെ വരുന്നത് ഈ ഒരു ബോർഡറിൽ വർക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു പീസാണ്. അതിന് താഴേക്കായിട്ട് അടുത്ത നെറ്റിൻ്റെ ലെയറും ഇതുപോലെ അതിന് താഴേക്ക് 2 ലൈനിങ്ങുമായിട്ട് ഒരു ഓർഡറിലാക്കി വെക്കണം. എന്നിട്ട് ഈ ഒരു വേസ്റ്റിൻ്റെ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 ലെയറൂടെ ചേർത്തിട്ട് ഈ ഒരു വേസ്റ്റ് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 4 ലെയറും കൂടെ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് യോക്ക് പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ യോക്ക് പാർട്ടിൻ്റെ 2ൻ്റെ നല്ല വശം, അതായത് താഴ്വശത്തിൻ്റെ ഏറ്റവും മേലത്തെ ലെയറും അതുപോലെ ഈ യോക്ക് പാർട്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഒരു വേസ്റ്റ് റൗണ്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ഫ്രോക്കിൻ്റെ വർക്ക്. ഈ ഒരു ഫ്ലെയേഴ്സ് ഒക്കെ ഇടുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ലൈനിങ്ങിൻ്റെ ഒക്കെ അടിഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രോക്കിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഒരു ബോ കൂടെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രോക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാണ് ഇതിലേക്ക് വരുന്ന ഒരു ജാക്കറ്റ്. ഈ ജാക്കറ്റിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രോക്കും ജാക്കറ്റും കൂടെ കൂടിയിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് എന്താണെന്നുള്ളതൊന്ന് കാണാം.